ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതോ ജന്മ കൽപ്പനേനെ രാവിലത്തെ എപ്പിസോഡ് ഒന്ന് നോക്കാവേ. അപ്പം വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്യാം ഇങ്ങനെ സ്വീറ്റ് ബോക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ തേള് ഇങ്ങനെ അതിൻ്റെ അകത്ത് തേളുണ്ടല്ലോ, അതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തേളിൻ്റെ ബോക്സ് കിട്ടിയല്ലോ എന്ന് ഓർത്തിങ്ങനെ ആശ്വസിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സീനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ കാണിക്കുന്നത് നമ്മുടെ എന്തുവായിരുന്നു അമ്മായി, നമ്മുടെ ശ്രുതിയുടെ അമ്മായി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും, എനിക്കറിയില്ല, എനിക്ക് ആണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്, എനിക്ക് ശരീരമെല്ലാം വല്ലാതെ വരുന്നു, ഇങ്ങനെ വിറയിൽ വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ എൻ കെയുടെ എൻട്രി വരുന്നത്. എൻ കെ പറയും, എന്താ അമ്മായി, എന്ത് പറ്റി, പൊളിക്കണം, നമുക്ക് ഡാൻസ് പൊളിക്കണ്ടേ എന്നൊക്കെ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ. അപ്പം എൻ കെയോട് പറയും, അയ്യോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നാലും എനിക്ക് ചോദിക്കും, ശരിയാണല്ലോ, നല്ല ടെൻഷനുണ്ടല്ലോ, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ശ്രുതിയുടെ അമ്മായിയല്ലേ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിക്കും. അവിടെ പ്രീതിയുടെ അമ്മയും ഇരിപ്പുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എനിക്കവിടെ ഇങ്ങനെ സംസാരിക്കുക, എനിക്കിങ്ങനെ ഓരോ പൊട്ടത്തരം ഇടയ്ക്ക് പറയും. അന്നേരം അങ്ങനെ അതിനനുസരിച്ച് അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മായിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. ആ ടൈമിലാണ് നമ്മുടെ മനോരമ ജ്യൂസ് കലക്കിയുണ്ട്. കാരണം ഏതോ ഒരു ഗ്ലാസ്സിൽ ജ്യൂസിൽ എന്തോ ഭയങ്കര സാധനം എന്തോ സംതിങ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എനിക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് എടുക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഗ്ലാസ് അല്ല ഈ ഗ്ലാസ് അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഗ്ലാസ്സൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 മിനിറ്റ്സോളം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് അങ്ങനെ ഗ്ലാസ് വെക്കുകയാണ്. അപ്പം മനോരമ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു അമ്മായിക്ക് കൊടുക്കേണ്ട ഗ്ലാസ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല മനോരമയ്ക്ക്. അപ്പം മനോരമ അതിന് ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ ആ ഗ്ലാസ് അല്ല, ഈ ഗ്ലാസ് ആ ഗേളിന് കൊടുക്കൂ, ആ ഗ്ലാസ് ഈ ഗേളിന് കൊടുക്കൂ, ഈ ഗ്ലാസ് നീ എടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. എല്ലാവരും എന്നിട്ട് ഓരോ ഗ്ലാസ് ജ്യൂസ് എടുക്കും. എന്നിട്ട് എനിക്കാണെങ്കിൽ മനോരമ നിർബന്ധിക്കും, ആൻറ്റിയും ഡാൻസ് കളിക്കാൻ പോവല്ലേ, അപ്പം ആൻറ്റി ഒരു ഗ്ലാസ് കുടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഹോട്ടാണ് യു ആർ ഹോട്ട്, അങ്ങനെ എനിക്ക് പറയാം. ഞാൻ ഹോട്ടല്ല, ഞാൻ ഹോട്ട് ടീ എടുത്തോളാം അതാണെന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് ആ ഒരു ഇതിൽ വീടാണ് ചെയ്യുന്നത്. എന്നിട്ട് അമ്മായി അത് കുടിക്കും, ആ ജ്യൂസ് അങ്ങ് കുടിക്കും. കുടിച്ച് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കറക്കം പോലെ വരും. അന്നേരം മനോരമയ്ക്ക് മനസ്സിലാവും കറക്റ്റായിട്ടുള്ള ഗ്ലാസ്സാണ് അമ്മായിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ഡാൻസ് അവിടെ ഫ്ലോപ്പ് ആകുമെന്നുള്ളത് മനോരമയ്ക്ക് മനസ്സിലായി. ആ ഒരു ടൈമിൽ പിന്നെ കാണിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അമ്മായിയെയും അതുപോലെ തന്നെ മനോരമയും സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്, അനൗൺസ്മെൻറ്റ് ചെയ്ത്. അപ്പോൾ അവരിങ്ങനെ അപ്പോൾ എനിക്ക് പറയാം, അമ്മായി എന്തായിരുന്നു അമ്മായി മനോരമ ആൻറ്റി ഇതേ വിളിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അടുത്ത് നിങ്ങളുടെ റൗണ്ടാണ്. യെസ് ആ ഒരു സന്തോഷത്തിൽ മനോരമ ആ ജ്യൂസ് കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്യാമിൻ്റെ സീനാണ് കാണിക്കുന്നത്. ശ്യാം ഇങ്ങനെ ആ ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോഹൻ വരും, നമ്മുടെ ആകാശിൻ്റെ അച്ഛൻ. എന്നിട്ട് മോനെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ബോക്സ് താഴെ വീണ് തേളങ്ങ് പോവാണ് ചെയ്യുന്നത്. അപ്പം ഓക്കെ എങ്കിൽ ഞാൻ വരാം, ഇപ്പോൾ വരാം, അഞ്ജലി തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് മോഹൻ കയറി വന്നത്. അപ്പം അങ്ങനെ ആ തേളങ്ങ് പോവാണ്, മോഹൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അന്നേരം അവൻ ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തേള് കാണത്തില്ല. പിന്നെ പെട്ടെന്ന് അവനങ്ങ് ടെൻഷനാകും, അയ്യോ അങ്ങോട്ട് പോയി കറക്റ്റ് സ്ഥലത്ത് തന്നെ പോകും, അഞ്ജലി തന്നെ കടിക്കുമോ എന്നുള്ളൊരു രീതിയിൽ ടെൻഷനായി. അപ്പം അവിടെ അത് കഴിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ അഞ്ജലി ശ്യാമിനെ വിളിക്കാൻ വരുവാണ്. അപ്പോൾ ആ ഒരു ടൈം ശ്യാമിനെ വിളിക്കാൻ വരും. ശ്യാമേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും അവനിങ്ങനെ തല ഇങ്ങനെ കുനിച്ചിങ്ങനെ തല ചെറുതായിട്ട് വന്ന് കൊള്ളുവേ. അപ്പം അഞ്ജലി പറയാം, അയ്യോ ശ്യാമേട്ട കൊണ്ടല്ലോ, നീര് വെച്ചിട്ടുണ്ടല്ലോ, ഞാനിവിടെ നിൽക്കണോ, അവിടെ അവർ മാനേജ് ചെയ്തോളും, കുഴപ്പമില്ല. ശ്യാം പറയാൻ പറ്റില്ല, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വന്നോളാം, നീ പൊക്കോ, നീയും രണ്ടുപേരും ഇവിടെ ഇരുന്നാലും ശരിയാവില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അഞ്ജലിയെ പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. അങ്ങനെ തേളൊക്കെ അവിടെ മിസ്സായി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ അവരെ സ്റ്റേജിൽ വിളിച്ചു, ആൻറ്റിയെ അതുപോലെ തന്നെ നമ്മുടെ അമ്മായിയെയും വിളിച്ചു. അങ്ങനെ രണ്ടുപേരുടെ പെർഫോമൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറാണ് ചെയ്യുന്നത്. കയ്യിലിങ്ങനെ 2 കെട്ടുണ്ട്, ഒരാളുടെ കയ്യിൽ റെഡ് കളർ ബാൻഡ്, തലയിലൊരു കെട്ടുണ്ട്, ഒരാളുടെ കയ്യിൽ യെല്ലോ കളർ ബാൻഡ്, അങ്ങനെ സംഭവമൊക്കെ കെട്ടിയിട്ട് നമ്മുടെ പട്ടാഭിഷേകം എന്നുള്ളൊരു പാട്ടാണ് നമ്മുടെ ജഗതി ജയറാമൊക്കെ അഭിനയിച്ച് പട്ടാഭിഷേകം, അതിലെ പാട്ടാണ്. നല്ല രസമായിരുന്നു രണ്ടുപേരോട് കളിക്കുന്നതാണ്. പക്ഷേ അമ്മായി ഒന്ന് 2-3 സ്റ്റെപ്പ് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി ഇങ്ങനെ തലകറക്കം പോലെ വന്നു. അങ്ങനെ തലകറങ്ങിയാണ് ആ ഒരു പെർഫോമൻസ്. ഒരു 2 മിനിറ്റ്സ് അത്രയും പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരുടെ. പക്ഷേ മനോരമ തകർത്താടുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ആണല്ലോ ഇവിടെ ഈ പണി കൊടുത്തത്, അതുകൊണ്ട് പുള്ളിക്കാരത്തി അവിടെ നല്ലപോലെ തകർത്താടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഡാൻസ് കളിച്ച് അതിന് ഇടയ്ക്ക് അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ,
നമ്മുടെ ഷാമിൻ്റെ അഞ്ജലിയുടെ. അപ്പോൾ അതിൻ്റെ മാർക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു 7 മാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ലൊരു മാർക്കായിരുന്നു, എല്ലാവരും കൈ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു നല്ല പെർഫോമൻസ് ആയിരുന്നു. ശ്രുതി ആണെങ്കിൽ അമ്മായി ഇങ്ങനെ ആടുന്ന കണ്ടിട്ട് ഭയങ്കര ടെൻഷനായി. പുള്ളിക്കാരത്തിക്ക് അവിടെ മനസ്സിലായി അത് ഫ്ലോപ്പായി പോയി, അതിൻ്റെ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നുള്ളത് മനസ്സിലായി ശ്രുതിക്ക്. അപ്പോൾ അങ്ങനെ മനോരമ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും മനോരമ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്തായിരുന്നു മുത്തശ്ശി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഹസ്ബൻഡ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അഞ്ജലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണേ ആകാശൊക്കെ. അന്നേരം മനോരമ പറയുന്നത് അതെ ഞാൻ കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഇതിലും ഭയങ്കരമായിരുന്നു, ഡിഗ്രിയിലൊക്കെ ആയിരുന്നപ്പം ഞാൻ ഓൾറൗണ്ടർ ആയിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നൊക്കെ പറയാം. അന്നേരം മോഹൻ പെട്ടെന്ന് പറയും നിനക്കറിയില്ല, നീ ഇവിടെ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പെട്ടെന്ന് മോഹനേട്ടാന്ന് പറഞ്ഞിങ്ങനെ ഇത് ചെയ്യുവേ. എന്നിട്ട് പറയും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഒരു അംഗം തീരുവ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അമ്മായിയുടെ ആ ഒരു അമ്മായിയുടെയാണ് സൂപ്പർ കാണാനുള്ളത്. അമ്മായിയാണെങ്കിൽ ഇങ്ങനെ ആടി വന്നിട്ട് അയ്യോ മോളെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്, ഞാൻ 1-2 സ്റ്റെപ്പ് കളിച്ചപ്പോഴേക്കും എനിക്ക് തല എനിക്ക് ഇറങ്ങിപ്പോയി. ശ്രുതിയാണെങ്കിൽ ഇവിടെ ആകെപ്പാടെ ഭയങ്കര ദേഷ്യം. ശ്രുതിയും പ്രീതിയാണെങ്കിൽ അമ്മ എന്ത് പണിയാണ് കാണിച്ചത്, സ്റ്റെപ്പെല്ലാം മറന്നുപോയി, എന്താ കാണിച്ചത്, അമ്മയ്ക്ക് എന്താ പറ്റി. ഞാൻ 2-3 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും എനിക്ക് അങ്ങ് തലയിറക്കം വന്നു മോളെ, എന്താണെന്ന് അറിയത്തില്ല, ഡാൻസും ടെൻഷനത്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വന്നിട്ട് പറഞ്ഞത് അയ്യോ അമ്മായി നല്ല രീതിയിൽ കളിച്ചല്ലോ, നല്ല രസമുണ്ടായിരുന്നല്ലോ കാണാൻ എന്ന് പറയാം. അന്നേരം പെട്ടെന്ന് നല്ലതായിരുന്നു, ഇങ്ങനെ കറങ്ങി പറയും. എപ്പോഴാണ് നമ്മുടെ കല്യാണം, പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവേ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് അന്ന് ആ ന്യൂ ഇയറിന് വിഷ് ചെയ്യാൻ പോയ സംഭവം മാലയൊക്കെ ഇട്ട് അമ്മായി നിൽക്കുന്നതൊക്കെ ആ ഒരു രംഗമാണ് 2-3 പ്രാവശ്യം കണ്ടു വരുന്നത്. പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങ് ഞെട്ടിപ്പോയി. അന്നേരം ശ്രുതി പറയാം അയ്യോ സോറി സാറേ വെറുതെ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവർ നന്ദകിഷോർ അവിടെ എനിക്ക് അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അമ്മായിയുടെയും മനോരമയുടെയും മാർക്ക് അനൗൺസ് ചെയ്യും അവരുടെ പെർഫോമൻസിൻ്റെ. അപ്പോൾ അവിടെ അമ്മായിക്ക് കിട്ടുന്നത് 4 മാർക്കും മനോരമയ്ക്ക് കിട്ടുന്നത് 7 മാർക്കുമാണ്. അപ്പം ശ്രുതിയാണെങ്കിൽ വല്ലാതെ അങ്ങ് ഡെസ്പായിപ്പോയി. അശ്വിനാണെങ്കിൽ ഭയങ്കര സന്തോഷം ആണോ ഇല്ലയെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ടുള്ളൊരു ഫേസാണ്. ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം, എല്ലാവരും കൈയൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷം ആ ഒരു മൊമെൻ്റാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ശ്രുതി പെട്ടെന്ന് അകത്തോട്ട് അങ്ങ് കയറിപ്പോയിട്ട് അങ്ങ് ഭയങ്കര ടെൻഷനായിട്ട് അങ്ങ് നിൽക്കുക, എന്ത് ചെയ്യുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ജോക്കുമായിട്ട് എനിക്ക് വരുന്നത്. എനിക്ക് പറയും ശ്രുതി എന്തിനാണ് വിഷമിക്കുന്നത്, ശ്രുതിയുടെ പെർഫോമൻസിനെല്ലാം എന്തായാലും നല്ല മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്, പിന്നെ എന്തിനാ അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് എനിക്ക് കയറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അശ്വിൻ ദേഷ്യപ്പെട്ട് ഇവരുടെ പുറകിന് വരികയാണ്. എന്നിട്ട് എനിക്ക് പറഞ്ഞത് ഇവനെന്താ ഫാമിലിയുടെ പെർഫോമൻസ് നമ്മളെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കാതെ ഇവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ വിളിച്ചത് കേട്ടില്ല. അതിനിടയ്ക്ക് എനിക്ക് ഇവിടെ അനൗൺസ്മെൻറ്റ് വരും സ്റ്റേജിൽ കയറാൻ. അപ്പം എനിക്കോട് പറയും നിന്നെ വിളിച്ചത് നീ കേട്ടില്ല, നീ എന്ത് ഇവിടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ നമ്മുടെ കാര്യം നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വഴക്ക് പറയും. അപ്പം എനിക്ക് പറയും ഞാൻ കേട്ടല്ലോ. അന്നേരം അശ്വിൻ ചോദിക്കുന്നത് നീ കേട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ വഴക്ക് പറയും. അയ്യോ അല്ല ഞാൻ കണ്ടല്ലോ, എന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നിന്നെ പേര് വിളിക്കുന്നത് കേട്ടില്ലേ, പെട്ടെന്ന് ചെല്ലാൻ പെട്ടെന്ന് പോകാൻ പറയും. അപ്പം എനിക്ക് ശ്രുതിയെ വിളിക്കുന്നുണ്ട്, വാ ശ്രുതി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് പോകും. അപ്പം ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡ് കട്ടാവുന്നതെന്ന് വെച്ചാൽ അശ്വിനും ശ്രുതിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, അവിടെ നോക്കി നിൽക്കുകയാണ് റൂമിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് ലാസ്റ്റ് എപ്പിസോഡ് നമ്മുടെ. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് എൻ കെയുടെ ഡാൻസ് കാണാം, പിന്നെ ശ്രുതിയും എൻ കെയും കൂടെ ഉള്ള ഡാൻസ് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള അശ്വിൻ്റെയും ശ്രുതിയുടെയും ആ ഒരു റൊമാൻറ്റിക് സോങ് ഡാൻസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പം ചാനലിൽ എല്ലാ എപ്പിസോഡും ഞാൻ ഡെയിലി ഇടുന്നുണ്ട്, പക്ഷേ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആദ്യം ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.